ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു 17 കിടിലൻ ഐറ്റംസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മളിതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ഐഡിയാസ് ഉള്ളതുകൊണ്ട് കുറച്ച് സമയം ഈ വീഡിയോയ്ക്ക് വരും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണൂ, എല്ലാ ഐഡിയാസും സ്കിപ്പ് ചെയ്യാതെ കാണൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ മുന്നേ പറയട്ടെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഷർട്ട് നമ്മളിത് കട്ട് ചെയ്യണേക്കാൾ മുമ്പ് ഒന്ന് തേക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ താഴ്ഭാഗം നമുക്ക് കറക്റ്റ് അല്ലാത്ത ടൈപ്പ് കർവായിട്ട്, ചില ഷർട്ടുകൾക്ക് അടിഭാഗം നല്ല കർവ് വരും. അപ്പോൾ ആ കർവാണ്, വല്ലാണ്ട് കർവ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യാം. ഇത് അധികം കർവ് അല്ലാത്തത് കൊണ്ട് നമ്മളത് കട്ട് ചെയ്തില്ല കേട്ടോ. പിന്നത്തേന്ന് പറയുന്നത് നമ്മൾ കോളർ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ പരമാവധി ഇതിൽ വേഗം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐഡിയാസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ടൈം വരണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ വേഗം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കോളർ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഒന്നും പോലും കളയാനില്ല. ഷർട്ടിൻ്റെ ഒറ്റ ഭാഗം നമുക്ക് കളയേണ്ടതില്ല. അപ്പോൾ പിന്നെ നമ്മളിനി ആരും ഇനി ഷർട്ടൊന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ഉപയോഗിച്ച് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ലീവും അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ ഭാഗം കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് അതേ അളവ് വെച്ചിട്ട് തന്നെ മറ്റേ സ്ലീവിൻ്റെ ഭാഗവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തു. അതിന് 2 പീസും മാറ്റി വെച്ചു കേട്ടോ. അതിന് ശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗം കഫ് എന്ന് പറയും, ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഫും കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു, രണ്ടാമത്തെ ഭാഗത്തെ കഫും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഫൊക്കെ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് അപ്പുറത്ത് കുറച്ച് ബാലൻസ് ഒക്കെ നിൽക്കുന്നുണ്ട്, അരിയേഴ്സായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഒരു ഭാഗം നമുക്ക് ഈ ഭാഗം കൊണ്ട് നമുക്ക് വേറെ ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു ഷർട്ടിൻ്റെ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതേ ഷർട്ടിൽ തന്നെ നമുക്കത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് വേറൊരു ഷർട്ടിലായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതും കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ പോക്കറ്റ് വേണമെങ്കിൽ നമുക്ക് അഴിച്ച് കളയാം, അല്ല എങ്കിൽ അത് അവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നുകൊണ്ടും കുഴപ്പമില്ല. ഇനി നമുക്കത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇട്ടിട്ട് നമ്മൾ ഇടണം. അപ്പോൾ കുടുക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുടുക്കൊക്കെ ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നല്ല വശം എന്താ പറയുക ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇടുക. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ സാരിയൊക്കെ മടക്കി അടിക്കുന്ന പോലെ നമ്മളിതുപോലെ ഒന്ന് മടക്കി അടിക്കുക. നമുക്ക് സാരി മടക്കിയടിക്കുന്ന പോലെ നമ്മൾ മടക്കിയടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് നിൽക്കില്ല, മാത്രമല്ല വൃത്തികെട്ട പോലെ നിൽക്കില്ല. അങ്ങനെ ഒരു വൃത്തിയായിട്ട് ആ ഭാഗമൊക്കെ ഉൾഭാഗമൊക്കെ നല്ല നീറ്റായി നിൽക്കും. അപ്പോൾ നമുക്കൊരു പില്ലോ കവറായി. പിന്നെ ഇത് അങ്ങനെ മാത്രമല്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അത് അങ്ങനെ മാത്രമല്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിനകത്ത് നമുക്ക് വേണ്ടാത്ത ബെഡ്ഷീറ്റുകൾ, നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ബെഡ്ഷീറ്റ്, കർട്ടനുകൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ, അതുപോലെ ഷാളുകൾ, ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ടത്, പൊടിയാവാതെ വെക്കേണ്ടതൊക്കെ നമുക്ക് അതിനുള്ളിൽ വെക്കാം കേട്ടോ. പിന്നെ ഒരു ബോക്സ് പോലെ കിട്ടണമെങ്കിൽ 4 സൈഡും നമ്മൾ ഒരു കോൺ പോലെ പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കത് കിട്ടും. നമുക്ക് അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പേഴ്സ് പോലെ തയ്ച്ചത്, പൗച്ച് പോലെ തയ്ച്ചത്, അതിൻ്റെ കോൺ പോലെ എങ്ങനെ പിടിക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളത് വീണ്ടും കാണിക്കാത്തത്. നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് എലമെൻറ്റ് എൻ്റെ സ്ക്രീനിൽ നമ്മളത് കൊടുക്കാം കേട്ടോ. 4 ബോക്സിൽ കൊടുക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഭാഗം കൊടുക്കാം. ആ വീഡിയോ അങ്ങനത്തെ അതെങ്ങനെ ചെയ്യാമെന്ന് അറിയണമെങ്കിൽ ഒന്ന് അത് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ അതിൻ്റെ അതേപോലെ സെൻറ്റർ പോർഷൻ നമ്മൾ പില്ലോ കവർ ഉണ്ടാക്കിയതുപോലെ ആ ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇതിലെന്താ പ്രത്യേകത ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുക്ക് ഭാഗം നമ്മുടെ അടുത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചാണ് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ആ ഭാഗം അങ്ങനെയാണ് നമ്മൾ വെച്ചത്. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഒരു ബോക്സായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഭാഗം നോക്കിക്കോളൂ. ഇത് നമ്മൾ ഒരു കട്ട് കൊടുത്ത ശേഷമാണ് നമ്മൾ 2 സൈഡും അടിഭാഗം ഏത് സൈഡിലേക്ക് വരേണ്ട ഓപ്പോസിറ്റ് സൈഡിൽ മുകൾ ഭാഗം വയ്ക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഭാഗം തയ്ച്ചെടുക്കാൻ നല്ല എളുപ്പമുണ്ട്, മാത്രമല്ല നല്ല ഫിനിഷിംഗ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ട്രിക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞത് കേട്ടോ. അതേപോലെ ഇനി ഇത് ഈ കോൺ ഭാഗം നമ്മൾ പിടിക്കുന്നത് രീതി നോക്കിക്കോളൂ. ഇതുപോലെ നമ്മൾ പിടിക്കുക. അതിന് ശേഷം നമ്മൾ തയ്ച്ച് വരുമ്പോൾ പിന്നെ അതുപോലെ നമ്മൾ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, സെൻറ്റർ പോർഷനിൽ നിന്ന് 2 ഭാഗം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും വയ്ക്കുമ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പിടിക്കുന്ന രീതി നോക്കിക്കോളും. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഇങ്ങനെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്തോളും. പിന്നെ മാത്രമല്ല നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഫസ്റ്റിലും ആദ്യം കെട്ടിട്ട് തയ്ക്കണം, ലാസ്റ്റിലും കെട്ടിട്ട് തയ്ക്കണം, അല്ലെങ്കിൽ നമുക്കത് അഴിഞ്ഞു പോകും കേട്ടോ. 1-2
2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ല എങ്കിൽ നമ്മൾ ഇത് ഇത്തിരി സ്റ്റിഫായി നിൽക്കുന്ന കാരണം കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണുള്ളൂ. പക്ഷേ ഫസ്റ്റ് ലാസ്റ്റ് നമ്മൾ കെട്ടിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ശരിക്കും നിന്നോളും. പിന്നെ ശേഷം നമ്മൾ 2 സൈഡ് ചെയ്യണേക്കാട്ടിലും മുമ്പ് ആദ്യം നമ്മൾ തെറ്റ് ഭാഗങ്ങളിലെ കുടുക്ക് ഒന്ന് ബട്ടൺസ് ഇട്ട് വെക്കണം. ഇട്ട് വെച്ച ശേഷം ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഈ ഭാഗം പ്രധാനമായിട്ട് നോട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മളത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളത് മറിച്ചിടാണ് കേട്ടോ. കുടുക്ക തെറ്റ ഭാഗത്ത് അഴിച്ച ശേഷം നമ്മളതൊന്ന് മറിച്ചിടുകയാണ്. നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ മറിച്ചിട്ടു. അങ്ങനെ മറിച്ചിട്ടെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ പിടിക്കുക. ഇതുപോലെ പിടിച്ചിട്ട് എഡ്ജസ് ടു എഡ്ജസ് ഇങ്ങനെ ഞാൻ പിടിക്കുന്നത് പോലെ പിടിച്ചോളൂ കേട്ടോ. ഈ രീതിക്ക് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്കൊരു ബോക്സ് പോലെ തന്നെ കിട്ടും. അത് നല്ലൊരു ഷേപ്പ് കിട്ടുന്നത് പോലെയാണ്. പിന്നെ നമ്മളിനി തയ്ക്കുന്നത് ഒരു നൂലിക്കാണ് തയ്ക്കുന്നത് കേട്ടോ. അപ്പം തയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ഇനി തയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു നൂലിന് എന്താണെന്ന് പറഞ്ഞാൽ 4 ഇഞ്ചിൻ്റെ പകുതിയാണ് കേട്ടോ ഒരു നൂലെന്ന് പറയുന്നത്. ഒരു പോയിൻ്റാണ് കേട്ടോ അത്. അപ്പോൾ അതിന് ഒരു നൂലെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതുപോലെ മുകൾ ഭാഗത്ത് നല്ല വശത്താണ് നമ്മളിതുപോലെ ഇനി ആ ഒരു പോയിൻ്റ് ടു പോയിൻറ്റിലേക്ക് നമ്മൾ തയ്ച്ചു വരുന്നത്. അഡ്ജസ്റ്റ് ടു അഡ്ജസ്റ്റിലേക്ക് നമ്മൾ തയ്ച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു സൈഡിൽ തന്നെ 2 ഭാഗത്ത് നമ്മൾ തയ്ച്ചു. ഇതേപോലെ തന്നെ ആ നീളം കൂടിയ ഭാഗത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ തയ്ച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇനി ഡ്രസ്സുകൾ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കുടുക്കുള്ള ഭാഗം താഴെ കണ്ട, പിന്നെ അതിൻ്റെ ഹോളുള്ള ഭാഗം നമ്മൾ മുകളിൽ, അങ്ങനെ രീതിയിൽ വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വെച്ചത്. നമ്മൾ ആദ്യം കുടുക്കിട്ട ശേഷം ആ 2 സൈഡ് തയ്ച്ചെടുത്തത്. മനസ്സിലായില്ല? അതും പ്രധാനം നോട്ട് ചെയ്തോളൂ. പിന്നെ നമ്മൾ എല്ലാ ഡ്രസ്സുകളും വെച്ച് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് ഇത് കുടുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡ്രസ്സുകളെ നമുക്ക് എന്ത് വേണം വെക്കണോ, പില്ലോ കവർ വെക്കണോ, ബെഡ്ഷീറ്റ് വെക്കണോ, കർട്ടൻ വെക്കണോ, നല്ല ഡ്രസ്സുകൾ വെക്കണോ, ഷാൾ വെക്കണോ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വെക്കുക. പിന്നെ അലമാരിൽ വെക്കുമ്പോൾ ഇത് കുറച്ച് സ്ഥലം മതി. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കി വെക്കുമ്പോൾ താഴെ വെക്കുമ്പോഴും കുറച്ച് സ്ഥലം മതി. കണ്ടോ, ഇതിങ്ങനെ ഹൈറ്റ് കൊണ്ടാണ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇനിയും അതിനകത്ത് വെക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് തുറന്ന് എന്തോരം സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന് നമ്മളൊന്ന് തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഉള്ളിൽ വെച്ച സാധനങ്ങളൊന്ന് എടുത്ത് പുറത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയോളൂ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും. നമുക്ക് എന്താണോ നിങ്ങൾക്ക് വെക്കാനുള്ളത് അതുപോലത്തെ സംഭവങ്ങൾ നിങ്ങൾ വെക്കുക. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇനി അതിനകത്ത് സ്പേസ് കൂടുതലാണ്. അതിനകത്ത് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നമുക്ക് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മറിച്ചിടാം. എന്നിട്ട് നമ്മളത് തയ്യൽ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാണ് ആ ഭാഗത്ത് ചെയ്യുന്നത്. അയച്ച് എടുക്കണവർക്ക് അഴിച്ചെടുക്കാൻ പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇവിടെ വീതി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് അഴിച്ചെടുക്കണില്ലേ, അത് ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ ഭാഗം നമുക്ക് ഇത്തിരി ആവശ്യത്തിന് കുറച്ച് ഇറക്കം മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുക്കും കളയുന്നുണ്ട്. അല്ല, നല്ല നീളം വേണമെന്നുള്ളവർക്ക് അതിൻ്റെ ഭാഗത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നല്ല നീളം വേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാഗം നമ്മളിപ്പം സ്ലീവിൻ്റെ ഭാഗത്ത് കഫിന് തൊട്ട് മുകളിൽ ഒരു പൈപ്പിംഗ് വെക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ എനിക്ക് അധികം ഇറക്കമില്ലാത്തൊരു സംഭവം തയ്ക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇത്രയും എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾക്ക് അതിൻ്റെ 2 സൈഡ് ഇതേപോലെ തന്നെ നല്ല വശം വരുന്ന രീതിയിൽ വയ്ക്കുക. എന്ന ശേഷം നമ്മൾ കാണിച്ചു തരാം കേട്ടോ എന്താ ചെയ്യുന്നതെന്ന്. എന്ന ശേഷം നമ്മൾ ഇതേപോലെ 3 സൈഡും തയ്ച്ചെടുക്കണം. മുകൾ ഭാഗം നമ്മൾ വെറുതെ 1 സൈഡായിട്ട് തയ്ച്ചെടുക്കുക. എന്നിട്ട് വെറുതെ നമ്മൾ തയ്യൽ തുമ്പ് മടക്കി വെച്ച് തയ്ക്കുക. മുകൾ ഭാഗം നമ്മൾ തയ്യൽ തുമ്പ് മടക്കി വെച്ച് തയ്ക്കുന്നതിന് ശേഷം നമ്മളൊരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് വീതി കുറവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്ന ശേഷം നമ്മൾ 3 സൈഡും തയ്ച്ചെടുക്കുക. കോർണർ ഭാഗത്തൊക്കെ നമ്മൾ എന്താ പറയുക, ഒന്ന് കെട്ടിട്ട് നിർത്തുക കേട്ടോ. തയ്ച്ച് ലാസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുക. എന്ന ശേഷം നമ്മൾ കോളറിനെ നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്ന ശേഷം നമ്മൾ മോൾ കോളറാണ് നമ്മൾ എടുക്കുന്നത്. മുകൾ ഭാഗത്തെ കോളറാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ആ കോളറിനെ നമ്മൾ ഒന്നും കൂടി സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഒന്നുകൂടി എന്താ പറയുക തയ്ച്ച് വരണം കേട്ടോ. എന്താണെന്നല്ലെങ്കിൽ 2 സൈഡ് ഇതുപോലെ തയ്ച്ച് വരണം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൽ 2 സൈഡ് തയ്ക്കണം, ഒരെണ്ണത്തിൽ 1 സൈഡ് തയ്ക്കണം. അങ്ങനെ തയ്ച്ചില്ല എങ്കിൽ നമ്മൾക്ക് കോളറിൻ്റെ അവിടെ നിന്ന് എന്താ പറയുക മുകൾ ഭാഗത്തെ പീസ് അഴിഞ്ഞു പോകും. അപ്പോൾ അതേപോലെ 2 സൈഡിലും ഇതുപോലെ വള്ളി വെച്ചു കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. വീതിയൊക്കെ വള്ളിയുടെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ച ശേഷം ഒന്ന് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ തയ്ച്ചെടുക്കുക.
ഇപ്പോൾ നമുക്ക് കടയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു സഞ്ചി കിട്ടിയിട്ടുണ്ട്. തുണി സഞ്ചിയാണ്, നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോഴൊക്കെ പ്ലാസ്റ്റിക് കവറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ തുണി സഞ്ചിയാണല്ലോ കൂടുതലും നമ്മളെല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾക്കൊരു നല്ലൊരു സഞ്ചി ആയിട്ടുണ്ട്. നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകാനൊക്കെ ആയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. താഴ്ഭാഗത്തേക്ക് നല്ല വീതിയുള്ളതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്ത് കൊള്ളുന്നതാണ്. ഇനി നമുക്ക് കഫ് എടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ചെയ്യുന്ന രീതിക്ക് വെച്ചോളൂ, നോക്കി നോക്കും. ഇതേപോലെ നല്ല വശമാണ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. പിന്നെ ആ കുടുക്ക് വരുന്ന ഭാഗം ഒന്ന് ഇത്തിരി താഴത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി കുറച്ചൊക്കെ ഉണ്ട്, ഇത്രയും സ്പേസ് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. എന്നാൽ ശേഷം നമ്മൾ തയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കുടുക്ക് ഇടാൻ പറ്റുള്ളൂ. ചില്ലറ പൈസ അതിൻ്റെ ഇടയിൽ കൂടെ പോവുകയൊന്നുമില്ല. നമുക്ക് ചില്ലറ പൈസ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു പോക്കറ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ചെറിയൊരു പേഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് കോളറിൻ്റെ മറ്റേ ഭാഗം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നത് അത് നമ്മളെടുത്ത് മുകൾ ഭാഗത്തേക്ക് ഹോള് വരുന്ന ഭാഗം മുകളിലേക്ക് വെക്കണം. എന്ന ശേഷം നമുക്ക് കുടുക്ക് താഴേക്കും വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ. മുകൾ ഹോള് നമ്മുടെ ആ കോളറിൻ്റെ ഹോള് വരുന്നത് മുകളിലായിരിക്കണം, കോളറിൻ്റെ ഹുക്ക് വന്നത് താഴ്ഭാഗത്തേക്ക്, അങ്ങനെ വരുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്ക് ഇതുപോലെ ബ്ലൗസിനൊക്കെ വെക്കുന്ന നമ്മുടെ കുടുക്കുണ്ടല്ലോ, സാരി ബ്ലൗസിനൊക്കെ വെക്കുന്ന ഹുക്ക്, അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് തുന്നി കൊടുക്കാം. അതിന് ശേഷം തുന്നി കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ ഹുക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കണം. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മളൊന്ന് അകത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കമ്മലുകളൊക്കെ ഇട്ട് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റാവുന്ന രീതിയിലാക്കി വെക്കാം. ഫുൾ കമ്മലുകൾ മാത്രമായിട്ട് നമുക്കിങ്ങനെ ഒരു ഒറ്റ ഇതിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്ക് കമ്മൽ വെക്കാൻ ഇഷ്ടമല്ല, നമുക്ക് അത് കമ്മൽ അധികമില്ല എന്നാൽ മാസ്ക് ആണ് കൂടുതലുള്ളെങ്കിൽ മാസ്ക് നമുക്ക് അങ്ങനെ വെക്കാം. അല്ല ഇനി മാസ്ക് ഒന്നുമല്ല, മാലയാണ് കൂടുതൽ വെക്കാനുള്ളതെന്ന് വെച്ചാൽ മാല നമുക്ക് ഇതുപോലെ കൊളുത്തിടാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇൻഹേലർ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ എന്താ പറയുക ചാവി, അതൊക്കെ നമുക്ക് ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് കൊളുത്തിടാം, ഇതിനകത്ത് കൊളുത്തിടാം. അപ്പോൾ ആ ഹുക്ക് ഒന്നൊരു ചെറുതായിട്ട് ഒന്ന് അകത്തി കൊടുക്കണം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്. അതുപോലെ നമുക്ക് വാച്ച് വേണമെങ്കിൽ കൊളുത്തിടാം. അങ്ങനെ നമുക്കിങ്ങനെ ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തോട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ഹുക്ക് വെച്ച് ഒന്ന് തുന്നി കൊടുത്താൽ മതി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് അതിൽ ഏതാണ് നമുക്ക് കൂടുതൽ വെക്കാനുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ക്ലിപ്പ് വേണമെങ്കിൽ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ക്ലിപ്പ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കൂടുതലുള്ളതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഇത്ര കുറച്ച് സ്ഥലത്തിനുള്ളിൽ നമുക്കത് ഉപയോഗിക്കാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ആണിയും ഹുക്കും അത് കൊളുത്തിയിടേ വേണ്ടു. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്തിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ഹുക്കൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഷോ ബട്ടണായിട്ട് വെക്കില്ലേ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഷോ ബട്ടൺ പൈസ കൊടുത്ത് മേടിച്ച് വെക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ അതിനകത്തേക്ക് തുണി നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ നമ്മൾ തയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെക്കുമൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ലീവൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുണി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച ശേഷം അത് അമർത്ത് അങ്ങനെ വെക്കുന്ന ഇപ്പോൾ തുണികൾ വെക്കുന്ന അതേ ഡ്രസ്സിൻ്റെ തന്നെ നമുക്ക് വെക്കാൻ പറ്റാവുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ ഈ കുടുക്ക് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് ഡ്രസ്സ് തയ്ക്കണമെന്ന് വെച്ചാൽ അത് ഇതേപോലെ തുണി വെച്ചിട്ട് നമ്മളൊന്ന് അടിഭാഗത്ത് ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഷോ ബട്ടൺ പോലെ നമുക്കത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ബട്ടണൊക്കെ നമുക്ക് കളയാണ്ടിരുന്ന ആ രീതിക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയും അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ബാലൻസ് നമുക്ക് ഇനിയും അതിനകത്ത് ക്ലോത്ത് വരുന്നുണ്ട്. ഇത്രയും ഭാഗം ഇനിയും ഒരു ഷർട്ടിൽ ബാലൻസാണ്. അതുകൊണ്ട് നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മളിത് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സാധനം ഇപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളിതിൽ ചെയ്യാത്തത് കേട്ടോ. ഇതേപോലെ നമ്മളിപ്പോൾ എന്താ പറയുക കൈക്കര തുണിക്കൊക്കെ നമുക്കൊരു എന്താ പറയുക പോട്ട് ഹോൾഡറായിട്ട് നമ്മൾ പിടിക്കില്ലേ, അപ്പോൾ നമുക്ക് അടുക്കളയിൽ പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോട്ട് ഹോൾഡറായിട്ട് നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ഓൾറെഡി ഞാനിത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ എലമെൻറ്റിൽ കൊടുക്കാം കേട്ടോ, എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പോട്ട് ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ കാരണം കൊണ്ട് നമ്മളത് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ രീതിക്ക് ഇനി ബാലൻസ് ഉള്ള തുണി എടുത്ത് ഉപയോഗിക്കാം. ഇത് നമുക്കിങ്ങനെ ഹാങ്ങിങ് ചെയ്ത് ഇടാൻ പറ്റാവുന്ന രീതിക്ക് വെച്ചതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലം മതി. അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും, കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പാണ്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാത്തവർ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിത് കുറേ ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കാതിരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഇതിങ്ങനെ ചായയൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ താഴെ വെക്കുന്ന രീതിക്കായിട്ടും ഇതിൻ്റെ ബാലൻസുള്ള തുണി കൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതും അതുപോലെ കഴുകി ഉപയോഗിക്കാനും പറ്റും. ചായയൊക്കെ പോയി കഴിഞ്ഞാൽ തുടച്ച് കഴിഞ്ഞാൽ അത് കഴുകി ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ ചായയൊക്കെ വെക്കുമ്പോഴൊക്കെ ആളുകൾ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വെക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അത് അങ്ങനത്തെ സംഭവങ്ങൾ പ്ലേറ്റുകൾ അത് നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതുപോലെ തുണിയൊക്കെ വെക്കുന്നത് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ സാധനമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സാധനത്തിന് ഉപയോഗിക്കാനും നമുക്കിതിൽ ബാലൻസ് വരുന്ന തുണി എടുത്ത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ പേഴ്സ് ഉണ്ടാക്കാനായിട്ടും നമുക്കിതിനകത്ത് ബാലൻസ് വരുന്ന ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ എലമെൻറ്റിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്